ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓൾറെഡി തമ്മിൽ കണ്ടപ്പം എല്ലാ വീഡിയോയും തമ്മിൽ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്നൊരു മേക്കപ്പ് കിറ്റ് കാണിക്കാൻ വേണ്ടി പോവാണ്. അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് കിറ്റാണ് കാണിക്കുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്. സോ ഇഫ് യു ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഔട്ട് വിത്ത് മേക്കപ്പ് ആൻഡ് കൺഫ്യൂസ്ഡ് അബൌട്ട് വാട്ട് ടു ബൈ, then I think this video will definitely help you to build a basic yet complete makeup kit on a budget. കാരണം ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രോഡക്റ്റ്സ് ഓരോന്നും 500 റുപ്പീസിന് താഴെ ഉപയോഗിച്ചിട്ടുള്ളൂ. ആൻഡ് ഈ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ കുറേ പ്രാവശ്യം വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് തന്നെയാണ്. നിങ്ങൾക്കൊരു നല്ല പ്രസൻറ്റബിൾ ആയിട്ടുള്ള നല്ലൊരു നീറ്റായിട്ടുള്ളൊരു ലുക്ക്, അതിപ്പോൾ എവറി ഡേ ലുക്ക് ആയാലും അതല്ല നിങ്ങൾക്ക് ഒരു നോ മേക്കപ്പ് ലുക്ക് ആയിക്കോട്ടെ, നിങ്ങൾക്കിപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഉള്ള ലുക്ക് ആയിക്കോട്ടെ, അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനും മേക്കപ്പ് ചെയ്ത് പഠിക്കാനും ഒക്കെ ഈ കിറ്റ് ധാരാളം മതി. കാരണം ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ അഫോർഡബിൾ പ്രോഡക്റ്റ്സ് കാണിക്കുമ്പോൾ നമുക്ക് ഈ ഒരുപാട് ലോക്കൽ പ്രോഡക്റ്റ്സ് കാണിക്കാൻ പറ്റില്ല. നമുക്ക് ചില അഫോർഡബിൾ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ലിപ്സ്റ്റിക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാം, ഡാർക്ക് ലിപ്സ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രൊഡക്റ്റ് കാണിക്കാതെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയതിൽ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുള്ള മസ്റ്റ് ബൈ ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഓരോ പ്രൊഡക്ട്സും ജസ്റ്റ് യൂസ് ചെയ്ത് കാണിക്കാം. ആൻഡ് എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്കും ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ വീഡിയോയിലേക്ക് പോകാം. ഗുഡ് മേക്കപ്പ് സ്റ്റാർട്ട്സ് വിത്ത് എ ഗുഡ് സ്കിൻ കെയർ അല്ലേ? അപ്പോൾ മോയ്സ്ചറൈസറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മോയ്സ്ചറൈസറായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നല്ല ഈസിലി ബ്ലെൻഡ് ആവുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസറാണ് പോൺസിൻ്റെ. റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഭയങ്കര റേറ്റ് കുറവാണ്, പക്ഷേ ഒരു അണ്ടർ റേറ്റഡ് പ്രൊഡക്റ്റാണ്. അടിപൊളി സാധനമാണ് കേട്ടോ. എന്ത് സൂപ്പറായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്നതെന്നറിയോ? നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കൊരു എസെൻഷ്യൽ ഐറ്റം വേണം, അതാണ് നമ്മുടെ സൺസ്ക്രീൻ. ഞാനിവിടെ ഡോക്ടർ ഷത്തിൻ്റെ സൺസ്ക്രീനാണ് എടുത്തിട്ടുള്ളത്. ഇതെൻ്റെ ഒരു ഗോ ടു സൺസ്ക്രീനാണ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. എഗെയിൻ നല്ലതായിട്ട് ബ്ലെൻഡ് ആവും. പിന്നെ വൈറ്റ് കാസ്റ്റ് തീരെയില്ല. നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്. ഓൾറെഡി എൻ്റെ അത് മുഴുവൻ തീർന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് അധികം അപ്ലൈ ചെയ്യാനില്ല. നമ്മൾ 2 ഫിംഗർ റൂൾ വെച്ചിട്ട് വേണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ. ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പ്രൈമറാണ്. ഇതൊരു എസെൻഷ്യലാണ് മേക്കപ്പ് കിറ്റിൽ. പോർ മിനിമൈസർ പ്രൈമറാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. പ്രൈമേഴ്സ് പല ടൈപ്പ് ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ഡൂയി ഫിനിഷുള്ള പ്രൈമർ വേണമെന്നുണ്ടെങ്കിൽ ഡൂയി ഫിനിഷുള്ള പ്രൈമേഴ്സ് എടുക്കാം. ഹൈഡ്രേറ്റിംഗ് പ്രൈമേഴ്സ് എടുക്കാം. മാറ്റ് ഫിനിഷുള്ള പ്രൈമേഴ്സ് എടുക്കാം. ഇൻസൈറ്റിൻ്റെ ഈ ഒരു പ്രൈമർ നിങ്ങൾക്ക് പോർസ് ഉണ്ടെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇനിയിപ്പോൾ ഡൂയി ഫിനിഷ് ആണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെബലൈൻ്റെ പ്രൈമർ ചൂസ് ചെയ്യാം. ഇതെൻ്റെ ഒരു അനദർ ഫേവറേറ്റ് പ്രൈമറാണ്. നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റ് ചെയ്യാനും നമുക്കൊരു ഫ്ലോലെസ് ഫിനിഷ് കിട്ടാനും ഈ പ്രൈമേഴ്സ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കൊരു BB ക്രീം അല്ലെങ്കിൽ ഒരു CC ക്രീം ചൂസ് ചെയ്യാം. ഞാൻ ലാക്മിയുടേതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ, ഒരു സൈഡിൽ മാത്രം. ഇതാവുമ്പോൾ നിങ്ങൾക്ക് ഒരു എവറി ഡേ മേക്കപ്പ് ലുക്കോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഭയങ്കര മിനിമലായിട്ടുള്ള ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫൗണ്ടേഷൻ്റെ ഒന്നും ആവശ്യമില്ല. വലിയ കവറേജ് ഒന്നും കിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു ബെറ്റർ ഫിനിഷ് ഈ ഒരു പ്രോഡക്റ്റും കൊണ്ട് കിട്ടും. അപ്പോൾ ശരിക്കും ഒരു BB ക്രീം അല്ലെങ്കിൽ CC ക്രീം നിങ്ങളുടെ മേക്കപ്പ് കിറ്റിൽ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ട ഒരു എസെൻഷ്യൽ ഐറ്റമാണ് നമ്മളുടെ ഫൗണ്ടേഷൻ. സോ ഇൻസൈറ്റിൻ്റെ ഈ ഒരു അൾട്രാ തിൻ ഫൗണ്ടേഷനാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇത് പേര് പോലെ തന്നെ ഭയങ്കര ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള, പെട്ടെന്ന് ബ്ലെൻഡ് ആവുന്ന, സ്കിൻ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ലൈറ്റ് ടു മീഡിയം കവറേജ് ഉള്ള ഫൗണ്ടേഷനാണ്. പിന്നെ ഇനി അതല്ല, വേറൊരു ഫൗണ്ടേഷൻ വേണമെങ്കിൽ കുറച്ചും കൂടെയും കവറേജ് കിട്ടുന്നതാണ് മെബലൈൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ. സോ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഒരു ഇഷ്ടം അനുസരിച്ച് ഇതിലേതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ഇനി നമുക്ക് കൺസീലർ അല്ലെങ്കിൽ കറക്റ്ററാണ് ഞാൻ എടുത്തേക്കുന്നത്. എൻ്റെ വീഡിയോസ് കാണുന്നവർ സ്ഥിരം കാണുന്നൊരു പ്രൊഡക്റ്റ് ആയിരിക്കും ഇത്. വെച്ചിട്ട് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഉപേക്ഷിക്കാൻ എനിക്ക് തോന്നുന്നേ ഇല്ല. അത്രയ്ക്കും അടിപൊളി പ്രൊഡക്റ്റാണ്, പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മേക്കപ്പ് കിറ്റിൽ ഒരു മസ്റ്റ് ബൈ ഐറ്റമാണിത്. ഇതിനകത്ത് കൺസീലർ ഉണ്ട്, കറക്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിലെ ബ്ലെമിഷസോ ആക്നെ മാർക്സോ ഡാർക്ക് സർക്കിൾസോ ഒക്കെ കവർ ചെയ്യണമെങ്കിൽ അതിന് ചേരുന്ന കറക്റ്റേഴ്സും കൺസീലേഴ്സും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് സൂപ്പറായിട്ട് കവർ ചെയ്യാനായിട്ട് പറ്റും. അത്രയ്ക്ക് ഈസി ആയിട്ട് കവർ ആവുന്ന ഒരു ഹൈ കവറേജ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അതുകൊണ്ട് ഒന്നും നോക്കേണ്ട, ധൈര്യമായിട്ട് വാങ്ങിച്ചു. വാല്യൂ ഫോർ മണിയാണ്. ഇനി നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഒരു കോമ്പാക്ട് പൗഡറാണ്. ഇത് നിങ്ങൾക്ക് എക്സ്ട്രീം ഡ്രൈ സ്കിന്നോ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഷുഗറിൻ്റെ കോമ്പാക്ട് പൗഡറാണ് വെച്ചിട്ടുള്ളത്. കൂടെ ഒരു പൗഡർ പഫൊക്കെ ഉണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. അത്യാവശ്യം നല്ല കവറേജ് ഉള്ള ഒരു പ്രോഡക്റ്റാണ്. ഐലൈനറായിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ലാക്മിയുടെ ഐലൈനറും അതുപോലെ മസ്കാരയായിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ മസ്കാരയാണ് എടുത്തിട്ടുള്ളത്. സ്വിസ് ബ്യൂട്ടിയെക്കാട്ടിലും കുറച്ചും കൂടെ നല്ലത് എന്തായാലും മാർസിൻ്റെ മസ്കാര. ഞാൻ 1-2 തവണ അത് വാങ്ങിച്ചിട്ടുണ്ട്.
പക്ഷെ അത് തീർന്നു പോയി. സോ ഞാൻ അതുകൊണ്ടാണ് ഇത് കാണിക്കുന്നത്. അതാണ് ദി ബെസ്റ്റ് പ്രോഡക്റ്റ് അഫോർഡബിൾ റേഞ്ചിലുള്ളത്. അപ്പോൾ പറ്റുമെങ്കിൽ അത് തന്നെ വാങ്ങിക്കാൻ നോക്കുക. പിന്നെ ഇത് കുഴപ്പമില്ല, ഓക്കെയാണ്. ഇത്രയായ സ്ഥിതിക്ക് നമ്മൾ ഐബ്രോസും കറക്റ്റ് ചെയ്യണമല്ലോ. ഞാൻ ഐബ്രോ പെൻസിൽസ് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാറില്ല, ഞാൻ യൂസ് ചെയ്യാറുമില്ല. ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് വരും. ആദ്യം കാണിച്ച വെറ്റ് ആൻഡ് വൈൽഡ്, പിന്നെ രണ്ടാമത് കാണിച്ച മാർസ്, അതുപോലെ തന്നെ ഈ സ്വിസ് ബ്യൂട്ടി, ഇതിലേത് കറക്റ്റേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതെല്ലാം എനിക്ക് ഈക്വലി ഇഷ്ടപ്പെട്ട ബ്രോ കറക്റ്റേഴ്സാണ്. ഓക്കെ, സോ ഐ ഷാഡോ പാലറ്റിന് വേണ്ടി ഞാൻ സ്വിസ് ബ്യൂട്ടി അൾട്ടിമേറ്റ് ഐ ഷാഡോ പാലറ്റ് എടുത്തിട്ടുള്ള എവറിഡേ ലുക്കിനും ഫംഗ്ഷൻസിനും ട്രൈ ചെയ്യാവുന്ന നല്ല ഷെയ്ഡ്സാണ്. ബ്ലഷായിട്ട് നമുക്ക് റെനയുടെ ഈ ഒരു ചീക്ക് ടിൻറ്റ് യൂസ് ചെയ്യാം. ചീക്ക് ആൻഡ് ലിപ് ടിൻറ്റാണ്. അപ്പോൾ ഇതിൽ 3 ഷെയ്ഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ലിപ്സിനും ചീക്സിനും വേണ്ടിയിട്ട് ബ്ലഷായിട്ട് സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇനി അടുത്ത് നമുക്കൊരു ഹൈലൈറ്റർ ആൻഡ് കോണ്ടൂർ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഇൻസൈറ്റിൻ്റെ തന്നെ ഒരു ഡ്യൂയോ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇതൊരു ഓപ്ഷണൽ പ്രോഡക്റ്റാണ്, ഞാൻ മസ്റ്റ് ബൈ എന്നൊന്നും പറയുന്നില്ല. ഒരു സൈഡിൽ ഹൈലൈറ്ററും ഒരു സൈഡിൽ കോണ്ടൂറും ഉണ്ട്. ഈ ബിഗിനേഴ്സിനൊക്കെ ഒരു കോണ്ടൂറൊക്കെ വരച്ച് ഒന്ന് പഠിക്കാനും അല്ലെങ്കിൽ ചെറിയ ഒരു ലുക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഇത് ധാരാളം മതി. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റർ എനിക്ക് അങ്ങനെ അത്ര ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. ഓക്കെ അത്രേ ഉള്ളൂ. ലിപ്സിന് വേണ്ടിയിട്ട് ഒരു ലിപ് ബാം എന്തായാലും വേണം. NMFൻ്റെ ലിപ് ബാമാണ് എടുത്തിട്ടുള്ള. ഡ്രൈ ലിപ്സൊക്കെ ഉള്ളവർക്ക് ലിപ്സ് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. 2 ലിപ് ലൈനേഴ്സ് എടുത്തിട്ടുണ്ട്, 2 ഷെയ്ഡ്സിലുള്ളത്. അത് സ്വിസ് ബ്യൂട്ടിയുടെയാണ്. അതുപോലെ തന്നെ 2 ഷെയ്ഡ്സ് ഓഫ് ലിപ്സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. അത് നൈക്ക ചായയുടെ ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ മിസ് ക്ലെയറിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും കൂടെയാണ്. അപ്പോൾ ഇത് ഒരു ന്യൂഡ് ലിപ്സ്റ്റിക്കും അതുപോലെ എല്ലാവർക്കും ചേരുന്ന ഒരു ബ്രൗൺ ഷെയ്ഡ് ലിപ്സ്റ്റിക്കും എടുത്തിട്ടുള്ളത്. മസ്റ്റ് ഹാവാണ് കേട്ടോ ആ 2 ലിപ്സ്റ്റിക്സ്. ഇനി നമ്മൾ ചെയ്യുന്ന മേക്കപ്പ് ഒന്ന് ഫിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് നന്നായിട്ട് സെറ്റ് ചെയ്യാനൊക്കെ ഒരു ഫിക്സർ നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്യും. ആ ഒരു ഫിക്സിങ് സ്പ്രേ ആയിട്ട് ഞാൻ ഇൻസൈറ്റിൻ്റെ ഈ ഒരു മേക്കപ്പ് ഫിക്സർ എടുത്തിട്ടുള്ളത്. നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് ലുക്കിന് ഇത് ധാരാളം മതി. അതുപോലെ ടൂൾസായിട്ട് അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു ബ്രഷ് സെറ്റും അതുപോലെ തന്നെ ബ്യൂട്ടി ബ്ലെൻഡേഴ്സും എടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബ്രഷസ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ബ്ലെൻഡേഴ്സ് ധാരാളം മതിയാവും. സോ ഇത്രയൊക്കെയാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ള പ്രോഡക്ട്സും അതിൻ്റെ ഡീറ്റെയിൽസും. അപ്പം നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്നും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിചാരിക്കുന്നു. എന്തായാലും അഭിപ്രായങ്ങൾ പറയാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അത് എനിക്ക് എന്തായാലും കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ബൈ, ടേക്ക് കെയർ.